ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു വാവയുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ. അപ്പോൾ അത് ജൂബിലിയിൽ വെച്ചിട്ടായിരുന്നു, മെസ്റ്റോട്ടിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഫാമിലിയിൽ അല്ലാത്തതുകൊണ്ട് ഞാൻ അകത്തുനിന്ന് വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വിശാലിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് വിശാലിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ്, പക്ഷേ അവർക്കൊരു തറവാടുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അവർക്ക് അവിടെ കുറച്ച് മാംഗോസും ജാക്ക് ഫ്രൂട്ടും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാനും പിന്നെ അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. മാംഗോ സീസൺ ആയതുകൊണ്ട് നിറയെ മാംഗോസ് ഒക്കെ ഉണ്ട്, മുറ്റം മൊത്തം മാംഗോസ് ഉണ്ട്. ഇതവരുടെ വീട്ടിലെ പൂച്ചയാണ്. അവിടെ കുറേ പൂച്ചാസും പിന്നെ ഒരു പട്ടിയൊക്കെ ഉണ്ട്. എല്ലാവരും അവർ ചുമ്മാ ഇങ്ങനെ നോക്കുന്നു എന്നേ ഉള്ളൂ, അവർ ഓൺ ചെയ്യുന്നതല്ല. അവിടെ വരുന്നവരെ അവരങ്ങനെ നോക്കും, അങ്ങനെ അവർക്ക് ഇഷ്ടമാണ്, അപ്പോൾ അങ്ങനെയാണ്. ഈ പപ്പി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ആ പട്ടീനെ അടിച്ചിട്ട് അതിൻ്റെ പല്ല് ഭയങ്കര വോബ്ലി ആയിരുന്നു. എന്നിട്ടും ഹ്യൂമൻസിൻ്റെ അടുത്ത് പേടിയൊന്നുമില്ല, നമ്മുടെ അടുത്ത് ഭയങ്കര കമ്പനി ആയിരുന്നു. മൃഗങ്ങളെയൊന്നും അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല, എക്സ്പെഷ്യലി അത് ശരിക്കും ഒരു പപ്പിയാണ്, വലുതായിട്ടില്ല. ഇതൊരു സ്പെഷ്യൽ ഹൈബ്രിഡ് ചക്കയാണ്, താഴെയും തൊട്ട് ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് വെരി ടേസ്റ്റി. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, പഴുത്തിട്ടില്ല, ഇപ്പോൾ പച്ച തന്നെയാണ്. അത് പഴുത്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റുള്ളൊരു ചക്കയാണ്, ജാക്ക് ഫ്രൂട്ടാണത്. പിന്നെ അമ്മയ്ക്ക് അവിടെ കുറേ ചില്ലീസും പനിക്കൂർക്കയും തുളസിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പനി ആയതുകൊണ്ട് ഞാൻ കുറച്ച് പനിക്കൂർക്കയും തുളസിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ കുറച്ച് മുളകും എടുത്തായിരുന്നു. പിന്നെ അവരുടെ വീട്ടിലും നല്ല വേപ്പിലയൊക്കെ ഉണ്ട്, ബട്ട് ഞങ്ങളുടെ വീട്ടിലൊരു വേപ്പില ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇത് സാമ്പാർ ചീര എന്ന് പറഞ്ഞിട്ടൊരു ചീരയാണ്, നല്ല ടേസ്റ്റാണെന്ന് അമ്മ പറഞ്ഞത്. പിന്നെ വീണ്ടും കുറേ മാംഗോസ് ഉണ്ട്. ഈ മാംഗോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇത് റൈപ്പായാലും പച്ച കളർ തന്നെയായിരിക്കും പുറത്ത്. പിന്നെ മോർ ചക്കാസ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.